നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ബന്ധങ്ങൾ വളരെയധികം അതുല്യമാണ്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനും കഴിയുന്നതിനും ഒരുപാട് അപ്പുറത്താണ്. പക്ഷെ നല്ല ബന്ധങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു തീർപ്പാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനീഭവിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ ആവോളം അധ്വാനിക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. വളരെ മനോഹരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ അരുമയോടെ വളർത്തിയിരുന്ന ഒരു നായുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത് ആ നായുടെ സംസർഗമായിട്ട് ആ കലാകാരൻ കണക്കാക്കി. അതിനെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോകും. ഒരിക്കൽ എങ്ങനെയോ ആ നായുടെ ഒരു കാലൊടിയുവാനിടയായി. പരിഭ്രാന്തനായ ഈ കലാകാരൻ, ആ ചിത്രകാരൻ, തനിക്ക് പരിചയമുള്ള ഒരു സർജനെ വിവരമറിയിച്ചു. എത്രയും പെട്ടെന്ന് വരണം, ഇത് ജീവനും മരണവും തമ്മിലുള്ള ഒരു മത്സരമാണ്, സമയം കളയാതെ എൻ്റെ ഭവനത്തിൽ ഓടി വരണമെന്ന് പറഞ്ഞു. എന്തിനെന്ന് മനസ്സിലാകാതെ ഈ സർജൻ എന്തോ അത്യാഹിതം പിണഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണികളൊക്കെ മാറ്റിവെച്ച് ഈ ചിത്രകാരൻ്റെ ഭവനത്തിലെത്തി. ആ ചിത്രകാരൻ്റെ ഭവനത്തിലെത്തുമ്പോൾ കാലൊടിഞ്ഞ് കിടക്കുന്ന നായിയാണ് കണ്ടത്. ഒരു വാക്കുപോലും ചോദിക്കാതെ തൻ്റെ ഉപകരണങ്ങളെടുത്ത് ആ നായിയെ ശുശ്രൂഷിക്കുവാൻ ആ ഡോക്ടർ തയ്യാറായി. ഒരു മനുഷ്യനെ എങ്ങനെ ശുശ്രൂഷിക്കുമോ അതേ ലാഘവത്തോടെ ആ നായിയെ ശുശ്രൂഷിച്ച് വളരെ കൃത്യമായി ചികിത്സകളെല്ലാം പൂർത്തിയാക്കിയിട്ട് തൻ്റെ സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് ആ ഡോക്ടർ മടങ്ങിപ്പോയി. ഒരു വാക്കുപോലും ആ ചിത്രകാരനോട് പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ശുശ്രൂഷിച്ചതിനുള്ള ഒരു ബില്ല് പോലും വരാതായപ്പോൾ ചിത്രകാരൻ ചിന്തിച്ചു, ആ ഡോക്ടറുമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ബന്ധത്തിന് ഉലച്ചു തട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു ബില്ല് പോലും ഇതുവരെ അയച്ചിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഒരു വാക്ക് പോലും എന്നോട് പറയാണ്ടല്ലേ അദ്ദേഹം പോയത്. ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷം ഈ ചിത്രകാരൻ ആ ഡോക്ടറുടെ ഓഫീസിലെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എൻ്റെ നായയെ ചികിത്സിച്ചതിനുള്ള പണം എത്രയാണെങ്കിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ദയവായി അത് സ്വീകരിക്കണം. ഡോക്ടർ എന്ത് ചെയ്താൽ ആ പണം സ്വീകരിക്കാൻ തയ്യാറായില്ല. നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, താങ്കളൊരു ചിത്രകാരനല്ലേ, എങ്കിൽ ഈ മുറിയുടെ ആ മൂലയ്ക്ക് കിടക്കുന്ന ആ മേശ നിങ്ങൾ കണ്ടോ? അത് നിങ്ങൾ വെളുത്ത പെയിന്റ് അടിച്ച് തന്നാലും മതി. ഈ ചിത്രകാരന് ഡോക്ടർ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം തൊട്ടടുത്ത ദിവസം ആ മേശയുടെ മേൽ തൻ്റെ ചിത്രകല ആരംഭിച്ചു. വെറുതെ വെളുത്ത പെയിന്റ് അടിച്ച് പോകുവാനല്ല ശ്രമിച്ചത്. പകരം വളരെ മനോഹരമായ 2 ചിത്രങ്ങൾ ആ മേശയുടെ മേൽ വരച്ച് ഡോക്ടറെ പോലും അദ്ദേഹം അതിശയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് വരച്ച ചിത്രങ്ങളായിരുന്നു ആ മേശയിൽ വിരിഞ്ഞത്. അതുല്യമായ ചിത്രകലയായി അത് മാറുകയും ചെയ്തു. ബന്ധങ്ങൾ തകർക്കപ്പെടാനുള്ളതല്ല, ഊട്ടിയുറപ്പിക്കപ്പെടാനുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടും പല ബന്ധങ്ങളും തകർന്നു പോകുമ്പോൾ ഊട്ടിയുറപ്പിക്കുവാൻ നമ്മുടെ സകല കഴിവുകളും പ്രയോജനപ്പെടുത്തണം. എങ്കിൽ മാത്രമേ സമൂഹത്തെ നേർവഴിക്ക് നടത്തുവാനും സമാധാനപരമായി ജീവിക്കുവാനും കഴിയും. എങ്ങനെയൊക്കെ നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണമെന്ന്
നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു നല്ല സമൂഹമാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. പരസ്പരം സ്നേഹിക്കാം, പരസ്പരം ബഹുമാനിക്കാം, പരസ്പരം സഹായിക്കാം. അങ്ങനെ ഈ ലോകം ഒരു മനോഹരമായ പൂന്തോട്ടമായി മാറട്ടെ. എല്ലാവരും അതിൻ്റെ സൗരഭ്യം നുകരട്ടെ. അങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടി കാതോർക്കാം, അധ്വാനിക്കാം.